നമസ്കാരം കേട്ടാ. അപ്പൊ എല്ലാ കടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു പ്രത്യേക ഐറ്റം എന്ന് വെച്ചാൽ സ്റ്റേക്കിന്റെ ഒരു ഐറ്റമാണ്. സ്റ്റേക്കിന്റെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ സാധനം സ്റ്റേക്ക് കട്ടുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ സാധനം എടുത്തിട്ട് നമ്മൾ ആ സാധനം മാരിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടില് ഒരു ഇറച്ചി വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവോള, സകലമാന സാധനങ്ങളും. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി എന്ന് പറഞ്ഞ ഐറ്റംസ് വേറെ. ഞാൻ പല സ്ഥലത്തും പോയി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടത്തുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുഡ് സംഭവം ടോപ്പാ. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറച്ചിയുടെ ടേസ്റ്റായി കിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അതിൽ കൂടണാറുണ്ട്. സംഭവം ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും ആ മീറ്റ്, അതായത് ബീഫ് ആണെങ്കിൽ ആ ബീഫിൻ്റെ ടേസ്റ്റ്, പോർക്കാണെങ്കിൽ പോർക്കിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. എല്ലാത്തിനും മസാലയുടെ ചൊക വരും. മസാല നല്ലതാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ ബീഫിൻ്റെ ടേസ്റ്റ് ഇവർക്ക് ഭയങ്കരമായിട്ട് വേണത്. അപ്പം ഇവരെനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. സാധനം കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ കുരുമുളകും ഉപ്പും മാത്രമേ ഇടുള്ളൂ. പിന്നെ മാരിനേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസിൽ മാരിനേറ്റ് ചെയ്തൊരു സാധനം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു തവണ ഉണ്ടാക്കിയിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ രണ്ടാമതൊരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനം ചെയ്യുന്നതാണ്. പൈനാപ്പിളിൽ മാരിനേറ്റ് ചെയ്ത സ്റ്റേക്കും ഓറഞ്ച് ജ്യൂസിൽ മാരിനേറ്റ് ചെയ്ത സ്റ്റേക്കുമാണ് നമ്മളിന്ന് പിടയ്ക്കാൻ പോണത്. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസിൽ എങ്ങനെ സാധനം മാരിനേറ്റ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം. സംഭവം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. കഴുകി വെച്ച സ്റ്റേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് സംഭവം ചെയ്യുന്നത് മാത്രമുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ, റിയൽ പൈനാപ്പിൾ ഇട്ടാ, ജ്യൂസൊന്നും വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല. പൈനാപ്പിൾ വാങ്ങിച്ച് പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല, നേരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സാധനം ഞാൻ ഇതിലേക്കാണ്ട് ഒഴിക്കുകയാണ്. പൈനാപ്പിളിൽ മുങ്ങിക്കിടക്കട്ടെ ഉണ്ട്. മറ്റേ സാധനം നമ്മളാണ് മാറ്റി. ഞാനത് ഇങ്ങനെ തന്നെ വെക്കാൻ പോവാണ്. ഇങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണ് ഈ സാധനം. അടുത്ത ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസിലാണ്. ഓറഞ്ച് ജ്യൂസ് അതിന് മുകളിലേക്കാണ്ട് ഒഴിച്ചോ, എന്നിട്ട് മുങ്ങിക്കിടക്കട്ടെ ഉണ്ട്. സാധനവും നമ്മളിവിടെ അടച്ചാ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓറഞ്ച് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസിനും സാധനം ബീഫ് ഇട്ടാണ് വെച്ചേക്കാട്ടാ. ഇനി നമ്മൾ ചെയ്യേണ്ട സമയമാണ്. 3:30 ആയി ഇപ്പോൾ സമയം. 3:30 4:30 5 മണി വരെ നമ്മൾ ഈ സാധനം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനത്തിന്റെ പ്രോസസ്സിങ് ഉണ്ട് കേട്ടോ. അതാണ് സൂപ്പർ ഐറ്റം. കാരണം നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസ് നേരിട്ട് അങ്ങ് എടുത്തിട്ടല്ല കേട്ടോ, വേറെ കുറച്ച് പരിപാടി കൂടി ഉണ്ടായില്ലേ. അപ്പം ഇനി അപ്പം കാണാം. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കാണ് കാണാം കേട്ടോ. ഹലോ, അപ്പം എല്ലാ ഗടികളെയും നമ്മളിങ്ങോട്ട് വിളിക്കാണ്ടാ. അപ്പം നമ്മുടെ എക്യുപ്മെൻ്റാണ് ഇവിടെ ഇരിക്കുന്ന സാധനം ഗ്രിഡിൽ. ഇതുമ്മയാണ് നമ്മൾ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യണത്. ഇതുമ്മയാണ് ഗ്യാസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശക്കല്ലെന്ന് പറയുന്നത് ഈ സാധനത്തിന്. സംഭവം നന്നായിട്ട് ചൂടായിട്ടിരിക്കുക. ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു വഴിയും കൂടി ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെയുള്ള ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഞാൻ കണ്ടേക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്തിനാണ് ഇടണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുള്ള പ്രതലത്തിലേക്ക് ഐസ് വരുമ്പോൾ ഈ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ടിയായിട്ട് വരും. ആ സാധനം അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ എളുപ്പമായിരിക്കും അവർ പറഞ്ഞത്. സംഭവം നല്ല ഉഷാറായുണ്ട്. ഈ സാധനം നമ്മൾ ഒരു സൈഡ് മാത്രമേ കത്തിച്ചുള്ളൂ. 2 സൈഡ് നമുക്ക് വേണമെങ്കിൽ കത്തിക്കാം. പക്ഷെ ഞാൻ ഒരു സൈഡ് മാത്രമേ കത്തിച്ചിട്ടുള്ളൂ. ഇതാണ് നമ്മൾ പൈനാപ്പിൾ ഇട്ട് വെച്ച സാധനം. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിങ്ങനെ തന്നെ എടുത്തിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പൈനാപ്പിളിന്റെ സാധനങ്ങളെല്ലാം മൊത്തം കഴുകി കളയണം. അപ്പം നമ്മൾ കഴുകാൻ പോവാത്. നമ്മൾ പൈനാപ്പിളിൽ മാരിനേറ്റ് ചെയ്ത സാധനമാണ് ഈ സാധനം. കണ്ട കഴുകിയിട്ട് കണ്ട നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണേ. കണ്ട കളർ വരെ മാറിയിരിക്കണേ. ശരിക്കും മീറ്റ് നല്ല ലൈറ്റായി. ഞാനത് ഇതിലേക്ക് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മീറ്റ് എത്ര സ്മൂത്ത് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. കണ്ട ഇതും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വാല വയ്ക്കണം. ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ. ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം. ആ പൈനാപ്പിളിൽ മാരിനേറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ മാരിനേറ്റ് ചെയ്ത ബീഫിലേക്ക് നമ്മൾ ചേർക്കുന്ന 3 സാധനങ്ങളാണിത്. ഒരുപാട് വലിച്ചു വാരി ഉള്ള പൊടികളൊന്നും ഇടല്ല. കുരുമുളക് പൊടി, കുറച്ച് ഓയിൽ, നമ്മുടെ ഉപ്പ്, പിന്നെ കുക്കിംഗ് മീഡിയം റെയർ. ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത്. അതായത് പൈനാപ്പിൾ ജ്യൂസിൽ മാരിനേറ്റ് ചെയ്ത മീറ്റാണിത്. കണ്ട നല്ല സോഫ്റ്റാണ്. ഇത് ഓറഞ്ച് ജ്യൂസിൽ അത്ര സോഫ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ അതിൻ്റെ വ്യത്യാസമുണ്ട്. കുറച്ച് തിക്കാണ് മീറ്റ്. അപ്പോൾ അതനുസരിച്ച് ടൈം എടുക്കും നമുക്ക് ഉള്ളിലാവാനായിട്ട്. ഓക്കെ അല്ലേ, നമ്മൾ തുടങ്ങാട്ടാ. നമ്മളൊന്ന് ഇത്തിരി എണ്ണ ഒഴിച്ച് സാധനം ഒന്ന് റെഡിയാക്കാൻ. ഇനി നമ്മൾ ആ ഏരിയ, നമ്മൾ ചെയ്യുന്ന ഏരിയ മൊത്തം റെഡിയാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് ചൂടാൻ വേണ്ടിയിട്ട്. കാരണം ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുന്നതാണ്. അപ്പം ഞാനിടുന്നത് പൈനാപ്പിളിൻ്റെ സാധനം കേട്ടാ.
നമ്മളിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും, കുരുമുളക്, ഉപ്പ്, മറിച്ചിട. നമ്മളിതേ കുരുമുളക് 2 വശത്തും ഇട്ടു കേട്ടാ. ഓയിൽ ഒഴിച്ച് 2 വശത്തും കുരുമുളക് 2 വശത്തും ഇട്ടു. ഇനി ഇതേ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇവിടെ ഇട്ട് കൊടുക്കണേ. നമ്മൾ ഈ സാധനം അങ്ങോട്ട് വേവിക്കുകയാണ് ഞങ്ങൾ. ഇനി ഓറഞ്ച് ജ്യൂസിലുള്ളത് നമ്മൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണേ. സാധനം എല്ലാം അതിലേക്ക് ഇട്ടു, പാത്രത്തിലേക്ക് ഇട്ടിട്ട് എണ്ണ ഒഴിച്ചു. ശേഷം നമ്മൾ ആ കുരുമുളക് ഇട്ടു. ശേഷം നമ്മൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. സാധനമൊക്കെ ഇട്ടിട്ടൊന്ന് ശരിക്കും തിരുമ്മിയും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളത് ഇതിൻ്റെ കൂടെ ഇടാൻ പോകാം. സംഭവം നല്ലതായിട്ട് പൊഞ്ഞ് വന്നിട്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നു. നല്ല സ്മെല്ലും ഉണ്ട്. ആ കുരുമുളകിൻ്റെ ഇതൊക്കെ വരുമ്പോഴേ നല്ല നമ്മളെ നാട്ടിലുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ കുരുമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കുരുമുളകിൻ്റെ പൊടിയായിട്ട് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് സാധനം മിക്സ് ശരിയാവില്ല. ചില ആൾക്കാർ പല പല സാധനങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്തല്ല കൂടുതൽ സമയം അതാണ് ഞാൻ ചെയ്യാറ്. നമ്മളെ വലിയ കുരുമുളക് എടുത്തിട്ട് നമ്മൾ തന്നെ ഇവിടെ ചതയ്ക്കും. ഈ സാധനം റെഡി ആവണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ മുന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. നമ്മളുടെ ഏറ്റവും സൂപ്പർ ഹിറ്റായി കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആണ് പഴം വൈൻ്റെ. ആ സാധനം നമ്മളിവിടെ സംഭവം ഉണ്ട് എന്താ, നമ്മളിവിടെ ഉണ്ടാക്കി സംഭവം വേറെ കുപ്പി വരണമെങ്കിലും നമ്മുടെ സൈറ്റും സാധനം ഇതാണ്. നമ്മളത് കുറച്ചത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ല, നല്ല സൂപ്പറായിരിക്കും. ഇതാണ് സാധനം. നിങ്ങൾ ആ ക്ലാരിറ്റി നോക്കി, ആ ക്രിസ്റ്റലായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് നമുക്ക് കാണണമെങ്കിൽ, ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാത്തൊരു ആരെങ്കിലും ഇത് ഇവിടെ നോക്കിയേ സംഭവം ഉണ്ട്. അതുകൊണ്ട് കണ്ടോളൂ. എല്ലാവർക്കും ചേർച്ചിട്ടാ അടിപൊളി സാധനം റെഡി ചെയ്യണ്ടിട്ടാ. ഒരു സൈഡ് റെഡി ചെയ്യണ്ട. അപ്പം ഞാനൊന്നും കൂടി ആവാൻ വേണ്ടിയിട്ട് സാധനം മീഡിയം ആയിട്ട് ഒരു തീ കുറച്ചിടാണ്. ചിലർക്ക് മീഡിയം ഇഷ്ടാവില്ല. വൈഫിനും ബാക്കി കാർന്നമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കുക്കാവണം. പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങനെ കുക്കാണ് എനിക്കൊരു ടേസ്റ്റ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ആയിട്ടുള്ള ഒരു സാധനം എടുത്തിട്ട് ബാക്കിയെല്ലാം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് പിള്ളേർക്കായാലും അങ്ങനെ ചെയ്യാൻ പോകാം. അപ്പോൾ ഇതൊക്കെ സാധനം. ഇനി നമ്മൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സോസുകളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിത് മുറിക്കാൻ പോയി, ഞാൻ കാണിച്ചുതരാം സംഭവം എന്നിട്ടാണ്. കാണാം അവിടെ ചെറിയൊരു റെഡ്നെസ് കാണാം. അവിടെ കണ്ടാ, അത് ഉള്ളിൽ കണ്ട ചെറിയ റെഡ്നെസ് കാണാം. അത് നോക്കണം കേട്ടോ, എന്നാലേ കാണുള്ളൂ. നമുക്ക് ശരിക്കും ഇതായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇത് ഇതിന്നതേ ഒരു കഷ്ണം എടുക്കുക. ചൂടുണ്ടേ, ചൂടുണ്ടേ. സൂപ്പർ സാധന, വേണമെങ്കിൽ നോക്കിക്കോ. അപ്പൊ ചേർസിട്ടാ. നമുക്കുള്ളത് മാത്രം നമ്മൾ റയർ കുക്ക് എടുത്തിട്ട് ബാക്കിയൊക്കെ ഒന്ന് ശരിക്കും ആക്കിയിട്ടുണ്ട്. പഴം വൈൻ്റെ റെസിപ്പി നോക്കിക്കോട്ടെ, അടിപൊളി സാധന, വേണേ നോക്കിക്കോ. ഇവിടെ വൈഫ് ഉണ്ടാക്കിയ സാധന നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2 വർഷം ചൂടായി, വെൽ ഡണ്ണായി. അപ്പൊ ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടി സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കുക. ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെയാണ്, പുറത്താണ്. പഴം വൈൻ്റെ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടാ. എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ബൈ.